എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം. കുറച്ചായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് വിഷയമായിട്ടുള്ള അരിഷ്ടം തന്നെ ആവട്ടെ എന്ന് കരുതി. ഇപ്പോ വാഴ 2 സിനിമ ഇറങ്ങിയതിനു ശേഷം എല്ലാവർക്കും ഒരു വലിയ ചോദ്യമാണ് അരിഷ്ടം, അതായത് ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ അപ്പം കരള് കേടാവും അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആവും എന്നൊക്കെ. ആ സിനിമയില് ആ നടൻ പലപ്പോഴായിട്ട് അരിഷ്ടം കുടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു വലിയ ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട് ആ സിനിമ തരുന്നത്. ഒരു നെഗറ്റീവ് മെസ്സേജ് അല്ല തരുന്നത്. നമ്മളെ കോവിഡ് സമയത്ത് പലപ്പോഴും ഈ ബിവറേജസും ബാറും ഒക്കെ അടച്ചിട്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പലരും ഒരു ഓൾട്ടർനേറ്റീവായിട്ടാണ് ഈ അരിഷ്ടത്തിനെ കണ്ടിരുന്നത്, ഒരു ആൽക്കഹോളിന്റെ ഓൾട്ടർനേറ്റീവായിട്ട്. അതാണ് നമ്മുടെ സമൂഹത്തിൽ ആദ്യം മാറ്റേണ്ട ഒരു ധാരണ. അരിഷ്ടം ഒരിക്കലും ഒരു ആൽക്കഹോളിന്റെ ഓൾട്ടർനേറ്റീവായിട്ട് കാണുന്ന ഒന്നല്ല. കാരണം അരിഷ്ടം എന്ന് പറയുന്നത് ഒരു മരുന്നാണ്. അതായത് അത് വേറെ കെമിക്കൽസ് ഒന്നും ചേർത്തുണ്ടാക്കുന്ന ഒരു മരുന്നല്ല. അത് മരുന്ന് കഷായത്തിൽ ശർക്കരയും കുറച്ച് മരുന്ന് പൂക്കളും ഒക്കെ ചേർത്ത് മാസക്കണക്കിന് അടച്ചു വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് അരിഷ്ടം. ഒരു കാരണവശാലും ഒരു കെമിക്കൽ കണ്ടന്റ് എക്സ്റ്റേണലി നമ്മൾ അതിൽ ചേർക്കുന്നില്ല. ഇത് ആദ്യം അരിഷ്ടത്തെ മനസ്സിലാക്കേണ്ട ഫാക്ട്. ഇനി അരിഷ്ടം ഒരിക്കലും ഒരു ആൽക്കഹോളിന് അഡ്ജോയിന്റ് ആണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അതങ്ങനെയല്ലതാണ്. കാരണം അതൊരു മരുന്നാണ്. മരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ അത് എവിടെയാണോ ഇൻഡിക്കേറ്റഡ്, അതായത് ആർക്കാണോ യോഗ്യമായിട്ട് വേണ്ടത് അല്ലെങ്കിൽ ഏത് അസുഖത്തിനാണോ കൊടുക്കേണ്ടത് ആ അസുഖത്തിൽ അതിന്റെ കൃത്യമായ ഡോസിൽ മാത്രമേ അത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരിക്കലും ഒരു രോഗവും ഇല്ലാത്തവനോ അല്ലെങ്കിൽ ഈ ഇന്ന അരിഷ്ടം ഇന്ന ആൾക്ക് ഇൻഡിക്കേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് കുടിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് സേവിക്കാനായിട്ടോ അഡ്വൈസ് ചെയ്യാറില്ല പൊതുവെ. അപ്പം ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും ഒരു അരിഷ്ടം വാങ്ങിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള അതിന്റെ ഉപയോഗം ചെയ്യുമ്പോൾ വരുന്ന ഒരു ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതൊരു തെറ്റാണ്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആ സിനിമയിൽ തരുന്ന ഒരു മെസ്സേജ്. അതിനെ വളച്ചൊടിച്ച് ആയുർവേദ ഡോക്ടേഴ്സിനെതിരെയും അതിന്റെ ചികിത്സാ രീതികൾക്കെതിരെയും ഒരുപാട് ഡോക്ടേഴ്സ് കൊട പിടിച്ചിറങ്ങിയിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഒന്ന്, ഏതൊരു വസ്തുവാണെങ്കിലും അതൊരു ഭക്ഷണമാണെങ്കിലും അതൊരു മരുന്നാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് കൃത്യമായ അളവിലല്ല പോകുന്നതെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണ്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ദിവസം അത് അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരും. അപ്പൊ എന്തൊരു സംഗതിയാണെങ്കിലും അതൊരു മരുന്നാണെങ്കിലും അതേപോലെ ഭക്ഷണമാണെങ്കിലും നിങ്ങൾ ആ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെയാണ് ആ ഒരു കോൺസെപ്റ്റിനെ നിങ്ങൾ കാണേണ്ടത്. കാരണം ആയുർവേദ മരുന്നുകൾ എങ്ങനെ വേണമെങ്കിലും സേവിക്കാം അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും കഴിക്കാം എന്നുള്ള ഒരു ധാരണയാണ് നമ്മൾ സമൂഹത്തിൽ മാറ്റേണ്ടത്. അതായത് രോഗങ്ങളിൽ എന്ത് കൊടുക്കണമെന്നും അത് കൃത്യമായ വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ കൊടുക്കാവുള്ളൂ എന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട്. ശരിക്കും ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് അവരുടെ ട്രീറ്റ്മെന്റിൽ. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ഒരു ഫിസിഷ്യന്റെയോ അല്ലെങ്കിൽ അതാത് വിഭാഗത്തിലുള്ള ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ വരുന്ന ഭവിഷ്യത്താണ് ശരിക്കും നമ്മൾ ആ സിനിമയിൽ മനസ്സിലാക്കേണ്ട ഒരു മെസ്സേജ്. അതല്ലാതെ ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ഇങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ അത് കരളിൽ അടിഞ്ഞു കിടക്കും എന്ന് യാതൊരു അടിസ്ഥാനവും ഒരു നോളജും ഇല്ലാതെ അല്ലെങ്കിൽ ആ ശാസ്ത്രത്തെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്ത മനുഷ്യർ സംസാരിക്കുന്നതിന് വരെ കൊടപിടിച്ചിറങ്ങുകയല്ല ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യണം? ശരിക്കും ഒരു മരുന്നിനെ മരുന്നായിട്ട് തന്നെ കാണുക. അരിഷ്ടം എല്ലാവർക്കും എല്ലാ രോഗത്തിനും കൊടുക്കാൻ പറ്റുന്നൊന്നുമല്ല. അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും ഓരോ അരിഷ്ടങ്ങൾ ഓരോരുത്തർക്കും ഏത് ഡോസിൽ കൊടുക്കണം. ആ ഡോസിൽ മാത്രമേ ആ അരിഷ്ടം ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാത്തൊരു ഉപയോഗം അത് ചിലപ്പോൾ അത് നെഗറ്റീവാണ്. അധികമായാൽ അമൃതും വിഷമം നമ്മൾ കേട്ടിട്ടുണ്ടോ? അമൃതം എന്താണ്? മരണത്തെ ഇല്ലാതാക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായ ചില വിമർശനങ്ങൾ വരുന്നതിന് പകരം നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. അത് മാത്രമല്ല ഒരു മരുന്നിനെ മരുന്നായിട്ട് കാണുക, മരുന്നിനെ ഭക്ഷണമായിട്ടല്ല കാണേണ്ടത്. അത് മാത്രമല്ല ഓരോ മരുന്നും ആർക്ക് വേണം അല്ലെങ്കിൽ ആർക്ക് വേണ്ട എന്ന് കൃത്യമായിട്ടും ശാസ്ത്രം പറയുന്നുണ്ട്. അതനുസരിച്ച് മാത്രമേ ഒരു ഡോക്ടർ അതിനെ നിർദ്ദേശിക്കാറുള്ളൂ. ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ ഏത് മരുന്ന് വാങ്ങിച്ച് അനാവശ്യമായി കഴിച്ചാലും തീർച്ചയായിട്ടും നമുക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ. എല്ലാവരും പനിക്ക് കഴിക്കുന്നതാണ് പാരസിറ്റമോൾ. ഈ പാരസിറ്റമോൾ ഒരു ഹെപ്പറ്റോടോക്സിക് ആണ്. പലർക്കും അത് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുന്നവരുണ്ട്, അറിഞ്ഞിട്ടും മറച്ചു വെക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില വാസ്തവങ്ങൾ മനസ്സിലാക്കി മാത്രം ചികിത്സകളെ സ്വീകരിക്കാനായിട്ട് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം
ഇതിപ്പോ ഒരു വളരെ ട്രെൻഡിങ് ആയിട്ട് എന്റെ ഒക്കെ പോലും നേരിട്ട് വന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കെല്ലാം എനിക്കുള്ള ഒരു മറുപടിയാണ്. എല്ലാവരിലേക്കുമായി ഷെയർ ചെയ്യുക.